ഹലോ കൂട്ടുകാരെ, ഇന്നിപ്പോൾ ശിവരാത്രി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വാവാണ്. അതൊന്ന് വാവരിക്കൽ ഉണ്ണാൻ അച്ഛൻ ഇവിടെ വാവരിക്കലുണ്ട്. ഞാനുണ്ടിട്ടില്ല. ഞാനിവിടെ അടിച്ച് തളിച്ച് വൃത്തിയാക്കി. കുട്ടികൾക്ക് സ്കൂളിൽ പോണ സമയത്ത് ഭയങ്കര തിരക്കാണല്ലോ. ആ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ അടിച്ച് തളിച്ചൊക്കെ വൃത്തിയാക്കി. പിന്നെ സ്വാമിക്ക് വിളക്ക് വെച്ച്, ഇവിടെ വിളക്ക് വെക്കുന്ന സ്ഥലത്ത് വിളക്ക് വെച്ച്, ഇവിടെ അടി തളിയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കി കൊടുക്കൽ കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ ഇവിടെ. അച്ഛനും ഞാനും മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം ഞാൻ ഒരിക്കലും ഉണ്ണാൻ വേണ്ടിയിട്ട് എല്ലാ ഭക്ഷണം ഓല് തന്നെ ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞ്, അപ്പം ഞാനത് ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഇല്ല, ലിയ മോള് ഇവിടെ ഇല്ല എടുക്കാൻ. കുഞ്ഞില ഓളാണ് ഫോട്ടോ ഒക്കെ എടുക്കൽ. അച്ഛൻ ഇതാ കറി ഉണ്ടാക്കുകയാണ്. രാവിലെ ചായക്ക് പലഹാരം ഉപ്പുമാവാണ്, ചെറിയരി കൊണ്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. ഇതാ ചെറിയരി കൊണ്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. ഇത് എന്നോട് എടുത്തോളം പറഞ്ഞ് ബാക്കിയുള്ളത് ഞാനത് കഴിക്കും. പിന്നെ ചോറായി, അതിലേക്ക് ഇനി ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട്. കറിക്ക് ഇതാ പുളി പിഴിഞ്ഞ് പാരാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളരിക്കയും പരിപ്പുമാണ് കറി. ഇതാ തേങ്ങ അരയ്ക്കാനുണ്ട്. എല്ലാ സൗകര്യം ചെയ്ത് കൊടുത്ത് അച്ഛനിപ്പോൾ ചോറ് ആയി കറി ആക്കുകയാണ്. പിന്നെ നാളെ ബലിയിടാൻ പോവൽ ഇവിടെ നിന്നാണോ എന്നുള്ളത് അറിയില്ല. ഇവിടെ നിന്ന് തന്നെ ഇടുകയാണെന്നുള്ളത് അറിയില്ല. അതോ ഇനി പോയി ഇടാൻ വേണ്ടി അമ്പലത്തേക്ക് പോകുമോ എന്നുള്ളത് അതും അറിയില്ല. ഞങ്ങൾക്കുള്ള ചോറും കറിയൊക്കെ ഞങ്ങളിവിടെ ആക്കിയിട്ടുണ്ട്. ചോറ് വെച്ച് വാർത്തച്ചതാണ്. എന്നിട്ടാണ് മരുമോൾ പോയത്. എനിക്ക് ചായയും പാലും ഒക്കെ കാച്ചി വെച്ചിട്ടുണ്ട്. എനിക്കുള്ള സൗകര്യങ്ങൾ ദോശ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കഴിക്കാൻ ദോശ ഉണ്ടാക്കി വെച്ച് പോയതാണ്. ചെറുപയർ കൊണ്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറുപയർ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനത് കഴിച്ചു. പിന്നെ ഇനി മോനും ചെറുപയർ കറിയും ദോശയും കൂട്ടിയിട്ട് കഴിച്ചിട്ട് മോനും പോയി. പിന്നെ ഇപ്പോൾ ഇവിടെ ആരുമില്ല. നാളെ ഇനിയിപ്പോൾ ബലിയിടേണ്ട ദിവസമായതുകൊണ്ട് നാളെ രാത്രി ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ട് പിതൃക്കൾക്ക് വെച്ച് കൊടുക്കുകയെന്ന് പറയുമല്ലോ നമ്മൾ. അത് മരിച്ചു പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. പിന്നെ രാത്രി എല്ലാതും ഒരുക്കി എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളായിട്ട് പത്തിരി, ഇറച്ചി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴേക്ക് അവരെല്ലാവരും വരും. അപ്പം എല്ലാവർക്കും കൂടിങ്ങാണ്ട് ചെയ്യാം കേട്ടോ. ഇപ്പം ചെയ്യാൻ പറ്റാത്തതിന് ഇപ്പം ഉണ്ടാക്കുമ്പോൾ ഓല് മാത്രം നല്ല ശുദ്ധത്തിലാക്കിയിട്ട് ഒരു ഉണ്ടാക്കുക ചെയ്യുക. വെള്ളമൊക്കെ ഒരു കോരിക്കൊണ്ടുവരിക ചെയ്യുക. അല്ലാതെ നമ്മൾ മുക്കിയ വെള്ളത്തിലൊന്നും ഓല് ഉണ്ടാക്കില്ല. എല്ലാം നല്ല വൃത്തിയിൽ വേണം ഉണ്ടാക്കാൻ. അതുകൊണ്ട് എല്ലാവരും പോയതിൻ്റെ ശേഷമാണ് ചായ പലഹാരമൊക്കെ ഉണ്ടാക്കിയത്. അതുപോലെ ചായ കഴിച്ചു. ഇനി കറി ഉണ്ട് ഉണ്ടാക്കി വെച്ചിട്ട്. ഇനി ഉപ്പേരി ഉണ്ടാക്കാണ്ട്. പിന്നെ പപ്പടം കാച്ചാൽ പപ്പടം ഉണ്ടാക്കും തോന്നുന്നുണ്ട് അല്ലേ? പപ്പടം ഉണ്ടാക്കൂലേ? പപ്പടം ഉണ്ടാക്കും അത്രേ. അങ്ങനെ എല്ലാം ഉണ്ടാക്കും. ഉപ്പേരിക്ക് എന്താ കായയും പിന്നെ കൈപ്പയ്ക്കയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ഇപ്പം അത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ കഷ്ണമൊക്കെ നുറുക്കി കൊടുക്കാനൊക്കെ പറ്റും. പിന്നെ കഷ്ണമൊക്കെ നുറുക്കി കൊടുക്കലൊക്കെ ഉണ്ട് എല്ലാത്തിനും. ഇപ്പോൾ വെള്ളരിക്കും പരിപ്പും കൂടിയൊക്കെ കറി വെച്ചത്. അപ്പോൾ അത് ഇരിക്കട്ടെ. കോഴി ഇന്നലെ ലിയ മോള് പറഞ്ഞ പോലെ തന്നെ കോഴിക്കുഞ്ഞിൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. അതിന്നെ കാവലായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക ചെയ്യുക. ഇത് കഴിഞ്ഞ ജന്മത്തിൽ ഇന്നായിട്ട് എന്തോ ബന്ധമുള്ള പോലെയാണ്. ഞാനുള്ള സ്ഥലത്തേ അത് നിൽക്കുള്ളൂ. നല്ല കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന ഒരു കോഴിയാണ്. ഇപ്പം അങ്ങനെ മുട്ട ഇടലില്ല. ഇപ്പോൾ മുട്ട ഇട്ടാൽ അത് നല്ല മുട്ടയായിട്ട് നമുക്ക് കിട്ടൂല. ലൂസായിട്ട് ഇങ്ങനെ കിട്ടുള്ളൂ. അങ്ങനെ പിന്നെ പൈരങ്കോട്ട വേലയായിട്ട് കൊട്ടുകാർ ഇത് വരുന്നുണ്ട്. എന്താ അതിന് പറയുന്നത്? കൊടിക്കൂറ. ചെറിയ തയ്യാട്ടനുള്ള കൊടിക്കൂറയും കൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഇനി എല്ലാവരും കൊടിക്കൂറയൊക്കെ ആയിട്ട് വരും. അപ്പോഴേക്ക് രാവിലെയൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ട് അരിയൊക്കെ പൂവൊക്കെ കൊടുത്താൽ നമ്മൾ
ഇവിടെ കുട്ടി ഉഴിഞ്ഞെടുത്തിട്ട് അരി മേലേക്ക് എറിഞ്ഞ് തരും. അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. അങ്ങനെ ഇവരിപ്പം അങ്ങോട്ട് വന്നിട്ടില്ല, അതുപോലെ അതിലെ പോവുകയാണ്. അങ്ങനെ പിന്നെ നാളത്തെ വിശേഷങ്ങൾ വൈകുന്നേരം ഞാൻ വീഡിയോയിൽ ഇടുന്നതാണ്. ഇന്നത്തെ വിശേഷം ഇപ്പം ഇത് തന്നെയുള്ളൂ. അച്ഛന് കഴിക്കാനായിട്ടില്ല, 12 മണിയാവണം കഴിക്കാൻ. എന്നാൽ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം.